പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഈ ഷാലോം ടെലിവിഷൻ്റെ പ്രോഗ്രാമിൽ നാം പ്രവേശിച്ചിട്ട് ഇന്നിപ്പോൾ 9-ാം ദിവസമാണ്. നമ്മുടെ യാത്ര പുൽക്കൂട്ടിലേക്കാണ്, ക്രിസ്തുവിലേക്കാണ്. ഈ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നതും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതുമെല്ലാം ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ അനന്യത, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള അനന്യത എന്താണ്, യുണീക്നെസ് എന്താണ്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഒരു വചനഭാഗം എടുക്കുകയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം. ആ വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെയാണ് പറയുക: രക്തം ചിന്താതെ പാപമോചനമില്ല. ക്രിസ്മസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്തിനാണ് അവൻ ഈ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്? എന്തായിരുന്നു അവൻ്റെ വരവിൻ്റെ ലക്ഷ്യം? മനുഷ്യപുത്രൻ എന്തിനാണ് പ്രത്യക്ഷനായത്? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഉത്തരമാണ് ഈ ടോക്കിലൂടെ, ഈ ദിവസത്തെ ധ്യാനചിന്തയിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ശ്രദ്ധാപൂർവം ഇരിക്കും. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം പറയും: രക്തം ചിന്താതെ പാപമോചനം ഇല്ല. എല്ലാ മതങ്ങളുടെയും ഒരു തത്വമായിരുന്നു അത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയൊരു സത്യമായിരുന്നു: പാപമോചനം വേണോ, നിത്യതയിലെത്തണോ, മരണാനന്തരം ഒരു ജീവിതം വേണോ, നിത്യജീവൻ ആവശ്യമുണ്ടോ, അതിന് പാപം മോചിക്കപ്പെടണം. പാപം മോചിക്കപ്പെടണമെങ്കിൽ രക്തം ചിന്തപ്പെടണം. ഇത് ഹെബ്രായ ലേഖനകർത്താവ് എഴുതുമ്പോൾ ഒരു പൊതു തത്വമാണ് നമ്മളെ അവതരിപ്പിക്കുന്നത്. രക്തം ചിന്താതെ പാപമോചനം ഇല്ല. അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു നീതി? ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാമായിരുന്നില്ലേ? ഒറ്റ വാക്ക് മതിയായിരുന്നു അവന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീതി നമ്മുടെ മുൻപിൽ വച്ചത്? ഇതാണ് ദൈവനീതി. അതിൻ്റെ കാരണമുണ്ട്. അതിനു മുൻപ് നമ്മൾ എല്ലാ മതങ്ങളിലും ഇപ്രകാരം ഒരു സത്യമുണ്ടായിരുന്നു എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതായത് നമുക്കറിയാം, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മതങ്ങൾ മനുഷ്യനൊക്കെ സംസ്കരിക്കപ്പെട്ട് സംസ്കാരത്തിലേക്കൊക്കെ വളരുന്നതിന് മുൻപും മനുഷ്യനിലൊക്കെ ഈ ദൈവസങ്കല്പമുണ്ടായിരുന്നു. പ്രകൃതിയൊക്കെ ധ്യാനിച്ചും ആരാധിച്ചും ഭയപ്പെട്ടും ദൈവശക്തിയെ ഭയപ്പെട്ടുമൊക്കെ കഴിഞ്ഞിരുന്നൊരു കാലം. അന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, കൃഷിയിടങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ അവർ കുരുതി കഴിച്ചിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ തന്നെ 24 തരം വെളിച്ചപ്പാടുകളുണ്ടായിരുന്നു. ഈ വെളിച്ചപ്പാടുകളൊക്കെ പള്ളിവാളുകളുമായി സീക്രട്ട് സോഡ് തുള്ളി തുള്ളി ഇങ്ങനെ ദേവിയെ പ്രീതിപ്പെടുത്തുമ്പോൾ ഒരു കോഴിയെയോ ഏതെങ്കിലും ഒരു ജീവിയെയോ കൊന്ന് അതിൻ്റെ ചോര ആ ഉടവാളിൽ നിന്ന് ആ പ്രസാദത്തിലേക്ക് വീണ് കഴിയുമ്പോൾ ദേവി പ്രീതിപ്പെടുമെന്നുള്ള വിശ്വാസ സങ്കല്പങ്ങളൊക്കെ നമുക്ക് അറിയാം. മാത്രമല്ല, മറ്റു മതങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തിലും ഇസ്ലാം മതത്തിലും യഹൂദ മതത്തിലുമൊക്കെ പാപപരിഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്ന രീതികളുണ്ടായിരുന്നു. ഹൈന്ദവ മതത്തിൽ ഋഗ്വേദത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതിൻ്റെ 10-ാം അധ്യായം 86-ാം ഖണ്ഡം 14-ാം വാക്യത്തിൽ പറയും: ഇന്ദ്രദേവൻ ആവശ്യപ്പെടുന്ന യാഗം അഥവാ യജ്ഞം ഇതാണ്: ഭക്തർ 15 or 20 കാളകളെ ഒരുക്കുക. അവയുടെ മേധസ്സുറ്റ ഭാഗം ഞാൻ ഭക്ഷിക്കും. അവ എൻ്റെ വയറിൻ്റെ ഇരുവശവും നിറയ്ക്കും. ഇന്ദ്രനാണ് എല്ലാ ദേവന്മാരിലും ശ്രേഷ്ഠനെന്ന് ജനം മനസ്സിലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ,
ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഈ യാഗം കഴിച്ചതിൻ്റെ മാംസം ഭക്ഷിക്കുമ്പോഴാണ് ദേവൻ പ്രീതിപ്പെടുക. ദൈവം പ്രീതിപ്പെടണമെങ്കിൽ ഈ രക്തം ചിന്തണം. ഇസ്ലാം മതത്തിൽ പഴയ വ്യാഖ്യാനങ്ങളിൽ റംസാൻ മാസത്തിൻ്റെ ആചാരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഒരു മാസത്തെ തപസ്സും ഉപവാസവും കൊണ്ട് ഒരു വിശ്വാസിയുടെ മുഴുവൻ പാപവും അവർ ഒരു ആടിൻ്റെ ചുമലിലേക്ക് ആവഹിച്ച് വെച്ചിട്ട് ആടിനെ മെക്കയിലേക്ക് തിരിച്ചു നിർത്തി അതിൻ്റെ കഴുത്ത് കണ്ടിക്കുമ്പോൾ പാപമോചനം ലഭിക്കുന്നു എന്നൊരു വിശ്വാസം പഴയ റമദാൻ മാസത്തിൻ്റെ ആചാരത്തിലുണ്ട്. ആ ദിവസത്തിന് അവർ പറയുന്ന പേര് ഈദ് ഇൻ അദ്ദ എന്നാണ്. ഈദ് ഇൻ അദ്ദ, ദ ഫെസ്റ്റിവൽ ഓഫ് സാക്രിഫൈസ്. യഹൂദമതത്തിൽ ഇങ്ങനെ മൃഗങ്ങളെ കൊന്ന് പാപമോചനത്തിന് പരിഹാരം ചെയ്യുന്ന രീതികൾ നമുക്കറിയാം. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പാപപരിഹാര ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, യോം കിപ്പൂർ എന്നാണ് ആ ദിവസത്തിൻ്റെ പേര്. അങ്ങനെ യഹൂദമതത്തിലും ഇപ്രകാരം 2 ആടുകളെ കൊണ്ടുവരണം. അതിലൊരാട് സ്കേപ്പ് ഗോട്ടാണ്, ദൈവത്തിൻ്റെ ബലിയാട്. ആ ബലിക്കുഞ്ഞാടിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കളയും. ആ മരുഭൂമിയിൽ അസസേലാണ്. അസസേൽ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ പിശാചാണ്. പിശാചിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കുഞ്ഞാട്. മനുഷ്യൻ്റെ പാപം മുഴുവൻ ആവഹിച്ചെടുത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ മേൽ എന്താണ് ചെയ്യുന്നത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 16-17 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പുരോഹിതൻ ജനത്തിന് മുഴുവൻ പാപവും ഈ കുഞ്ഞാടിൻ്റെ മേൽ ആവഹിച്ചിട്ട് ഈ കുഞ്ഞാടിനെ കൊല്ലും. ഈ കുഞ്ഞാടിൻ്റെ രക്തം സ്വർണ്ണകലശത്തിലെടുത്ത് പുരോഹിതൻ മാത്രം, പ്രധാന പുരോഹിതൻ മാത്രം അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് പ്രവേശിക്കും. അവിടേക്ക് പ്രവേശിക്കാൻ വേറെ ആർക്കും അവകാശമില്ല. തിരശ്ശീലയിട്ട് മറച്ചിരിക്കുന്ന വിശുദ്ധമായ ആ സ്ഥലത്താണ് യഹോവ എഴുന്നള്ളിയിരിക്കുന്നതെന്നാണ് യഹൂദൻ്റെ വിശ്വാസം. അവിടെ വാഗ്ദാന പേടകമുണ്ട്. ഈ പേടകത്തിൻ്റെ മീതെ ചിറക് വിരിച്ചിരിക്കുന്ന കെരൂബുകളുടെ ഈ സീറ്റിംഗ് പ്ലേസിൻ്റെ പേരാണ് കൃപാസനം. ഹിലസ്റ്റേരിയോൻ എന്നാണ് വാക്ക്. ഈ കൃപാസനത്തിലാണ് ഈ പുരോഹിതൻ കൊണ്ടുവന്ന രക്തം തളിക്കുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം, ഈ രക്തം തളിക്കുമ്പോൾ ഈ പാപം മുഴുവനും കത്തിപ്പോകും. കാരണം യഹൂദൻ്റെ വിശ്വാസം അനുസരിച്ച് ഈ യാഹ്വേ സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട അഗ്നിയാണ്. ഈ അഗ്നി മനുഷ്യനെയല്ല ദഹിപ്പിക്കുക, മനുഷ്യൻ്റെ പാപങ്ങളെയാണ് ദഹിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ രക്തം ചിന്തുമ്പോൾ പാപമോചനം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു നീതി എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്? ദൈവത്തിന് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കുകൊണ്ട് മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നില്ലേ? ഇത്രയും സൃഷ്ടിച്ച ദൈവത്തിന്, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് നിൻ്റെ പാപം മോചിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ഇതൊരു ദൈവനീതിയാണ് എന്ന് പറയാൻ കാര്യം, രക്തം ചിന്തണം എന്ന് പറയാൻ കാര്യം ഉണ്ട്. നമുക്ക് കായൻ്റെയും ആബേലിൻ്റെയും ജീവിതകഥയെടുക്കാം. കായേനും ആബേലും ദൈവത്തിൻ്റെ ആദിമാതാപിതാക്കളുടെ ദൈവം സൃഷ്ടിച്ച ആദിമാതാപിതാക്കളുടെ മക്കളാണ് കായേനും ആബേലും. കായേൻ പാപം ചെയ്തു, ഹാബേലിനെ കൊന്നു. സ്വാഭാവികമായിട്ടും ദൈവം കായേനോട് ചോദിച്ചു, കായേൻ, നിൻ്റെ സഹോദരൻ എവിടെ? കായൻ പറഞ്ഞു, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ദൈവം പറഞ്ഞു, അതെ, നീയാണ് നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ. അവൻ എവിടെ? പിടിവിടൂ എന്നറിഞ്ഞപ്പോൾ കായൻ പറഞ്ഞു, പറ്റിപ്പോയി, സോറി. ദൈവം പറഞ്ഞു, സാരമില്ല, പൊക്കൂ. പക്ഷേ പെട്ടെന്നൊരു ശബ്ദം കേൾക്കാം. ആ ശബ്ദം മണ്ണിൽ കിടന്ന് നിലവിളിക്കുന്ന ആബേലിൻ്റെ ശബ്ദമാണ്. ആബേൽ പറഞ്ഞു, വിടരുതവനെ, എനിക്ക് നീതി വേണം. ദൈവം വിചാരിച്ചു, ശരിയാണല്ലോ, ഞാൻ കരുണയുള്ളവനാണ്, കായേലിനോട് ക്ഷമിച്ചു. പക്ഷേ ഞാൻ നീതിമാനുമാണ്. ദൈവം, ആബേലിന് നീതി കിട്ടണം. അവൻ്റെ ജീവൻ പൊലിഞ്ഞതാണ്, അവന് നീതി വേണം. എങ്ങനെ? ദൈവം കായനെ വീണ്ടും വിളിച്ചു, കായൻ, അങ്ങനെ പോകാൻ പറ്റില്ല, അവന് നീതി കൊടുക്കണം. അതുകൊണ്ട് നീ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതാണ്, അതുകൊണ്ട് പകരം ജീവൻ കൊടുക്കണം. കായനല്ലേ ആൾ, കായൻ നമ്മുടെ കൂട്ടാണ്. പറ്റിപ്പോയി കർത്താവേ, ക്ഷമിക്കണം, അബദ്ധം പറ്റി. കരയാൻ തുടങ്ങി. ദൈവം കരുണയുള്ളവനല്ലേ. ദൈവം വീണ്ടും പറഞ്ഞു, പോട്ട്, സാരമില്ല, പൊക്കോ. ഉടൻ തന്നെ വീണ്ടും ശബ്ദം, ആബേലിൻ്റെ ശബ്ദമാണ്, വിടരുതവനെ, എനിക്ക് നീതി വേണം. ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കും അവകാശമുണ്ടായിരുന്നു. ഇതുപോലെ ജീവിക്കാൻ അവകാശമുള്ള എന്നെയാണ് അവൻ തല്ലിക്കൊന്നത്. എനിക്കും ജീവിക്കണം, നീതി വേണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു ഡിലേമായിലായി. എങ്ങനെ ദൈവത്തിന് കായേന് കരുണ കാണിക്കാനും പറ്റും, ആബേലിന് നീതി കൊടുക്കാനും പറ്റും?
ഇതേത് കാലത്തെയും ദൈവത്തിൻ്റെ ഒരു ഡിലേമയാണ്, ദൈവത്തിൻ്റെ ഒരു സന്നിഗ്ധാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ദൈവത്തിന് നമ്മളോട് കരുണ കാണിക്കാനും പറ്റും, നമ്മുടെ പാപത്തിന് ഇരയായവരോട് നീതി പുലർത്താനും പറ്റും. നമുക്കറിയാം, നാം ചെയ്യുന്ന ഓരോ പാപവും ജീവൻ്റെ കുറവാകുകയാണ്. നാം ഒരു കള്ളം പറഞ്ഞാലും, ഒരു പുൽനാമ്പ് പൊട്ടിച്ചാലും, നാം ഒരു വ്യക്തിയോട്, ഒരു അപരനോട് ഒരു അപരാധം ചെയ്യുമ്പോഴും, അപരൻ്റെ ഭാര്യയോട് ഒരു അപരാധം ചെയ്യുമ്പോഴും എല്ലാം ജീവൻ്റെ കുറവാണ്. നാം മക്കളെ വേണ്ട എന്ന് വെക്കുന്നതും മക്കളെ അവഗണിക്കുന്നതും ജീവൻ്റെ കുറവാണ്. മാതാപിതാക്കളോട് എന്താ നിങ്ങൾക്ക് കുറവ്, എന്തിൻ്റെ കുറവാണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോഴും, ഈ മമ്മിക്ക് എന്നാ അറിയാമെന്ന് കുഞ്ഞുങ്ങൾ പുലമ്പുമ്പോഴും എല്ലാം ജീവനാണ് പൊലിയുക. എല്ലാ പാപവും ജീവൻ്റെ കുറവാണ്. അതുകൊണ്ടാണ് ഈശോ വന്നിരിക്കുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണെന്ന് പറയുക. അതുകൊണ്ടാണ് ഈശോ പാപമോചകനാണെന്ന് പറയാൻ കാര്യം. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യൻ്റെയും പാപത്തിന് കാരണം എന്താണ്? ജീവൻ വെടിയുക. എല്ലാ മനുഷ്യനും പാപം ചെയ്യുന്നത് വഴി സംഭവിക്കുന്നത് ജീവൻ വെടിയുക എന്നുള്ളതാണ്. ഈ ജീവന് പകരമായി ജീവൻ കൊടുക്കണം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് മനുഷ്യക്കുരുതികൾ നടത്തിയിരുന്നു. അബ്രഹാമിന് മുൻപ് മനുഷ്യക്കുരുതികൾ നടത്തിയിരുന്നത്, മനുഷ്യൻ്റെ ഒരു വിചാരമുണ്ടായിരുന്നു, മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യണം. അങ്ങനെ മനുഷ്യരെ പിടിച്ചു കൊല്ലുമായിരുന്നു. അതാണ് കായൻ വംശവും ആബേൽ വംശവും. അത് രണ്ട് ഡൈനസ്റ്റികളാണ്, രണ്ട് വംശങ്ങളാണ്. രണ്ട് വ്യക്തികൾ എന്നതിനേക്കാൾ ഉപരി അത് കാർഷിക വംശവും ഇടയ വംശവുമാണ്. കൃഷിക്കാരൊക്കെ അന്ന് കൃഷി സംരക്ഷിക്കപ്പെടാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇടയന്മാരെ ബലിക്കലിൽ വെച്ച് കുരുതി കൊടുക്കുമായിരുന്നു. അതാണ് ആബേലിൻ്റെ കുരുതി. അങ്ങനെ കുരുതി കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യക്കുരുതി സ്വീകാര്യമല്ല, മനുഷ്യനെ കൊല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ കൈക്ക് പിടിച്ച് തടഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞു, അരുത്, കുട്ടിയുടെ മേൽ കൈവെക്കരുത്. മനുഷ്യക്കുരുതി ദൈവത്തിൻ്റെ മുൻപിൽ പാപപരിഹാരം അല്ല. കാരണം ഞാനിപ്പോൾ ഒരു പാപം ചെയ്തു, എനിക്ക് പകരമായിട്ട് മറ്റൊരാൾ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടി മരിക്കാൻ തയ്യാറായാൽ അത് പാപപരിഹാരമല്ല എന്ന് പറയാൻ കാര്യം, ആ വ്യക്തിയും എന്നെപ്പോലെ തന്നെ ഒരു പാപിയാണ്. പാപം ചെയ്യാത്തവരായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എല്ലാ മനുഷ്യരും പാപം ചെയ്തു. ക്രിസോസ്റ്റം തിരുമേനി മർത്തോമാ സഭയുടെ ഒരു നർമ്മ രസികനായ ഒരു തിരുമേനിയായിരുന്നു. അദ്ദേഹം ഓപ്പൺ ജയിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ ധാരാളം കുറ്റവാളികളായിട്ടുള്ള ആളുകൾ, അവർ ജീവിതത്തിൻ്റെ വഴിത്താരകൾ എവിടെയൊക്കെയോ പാളിപ്പോയവരാണ്. പക്ഷേ മാനസാന്തരപ്പെട്ട് തിരികെ വന്ന് അദ്ദേഹത്തിന് മുൻപിൽ ഇങ്ങനെ വചനമൊക്കെ കേൾക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞത്രേ, എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ പിടിക്കപ്പെട്ട കള്ളന്മാർ, ഞങ്ങൾ പിടിക്കപ്പെടാത്ത കള്ളന്മാർ. ഞങ്ങൾക്ക് അസാമാന്യ മെയ്വഴക്കവും നിൽക്കാനുള്ള കഴിവൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഞങ്ങളെ പിടിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങളെ കോടതിയും പോലീസും ഒക്കെ പിടിച്ചുകൂടെ കൊണ്ടിട്ടതാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്, പാപം ചെയ്യാത്തവരായി ആരുമില്ല. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ പാപത്തിന് പാപം ചെയ്ത മറ്റൊരു മനുഷ്യൻ പാപത്തിന് പരിഹാരമാകാൻ പറ്റില്ല. പാപം ചെയ്ത മനുഷ്യന് പാപം ചെയ്യുന്ന മറ്റു മനുഷ്യരുടെ പാപത്തിന് പരിഹാരമാകാൻ പറ്റില്ല. കാരണം എല്ലാവരും പാപികളാണ്. അപ്പോഴാണ് മനുഷ്യരൊക്കെ മൃഗങ്ങളിലേക്ക് തിരിഞ്ഞത്. ആടുകളെയും കോഴികളെയും പശുവിനെയും കാളയുമൊക്കെ കൊല്ലാൻ തുടങ്ങി. പക്ഷേ ദൈവം മനുഷ്യനോട് പറയുന്ന രണ്ടാമത്തെ പാഠം, മൃഗബലികളും മനുഷ്യപാപത്തിന് പരിഹാരമല്ല. എന്താ കാരണം? മനുഷ്യൻ്റെ സ്റ്റാറ്റസിനും മനുഷ്യൻ്റെ സ്വത്വബോധത്തിനും നിരക്കുന്നതല്ല മൃഗത്തിൻ്റെ അവസ്ഥ. മൃഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനോളം വരില്ല. മനുഷ്യനെന്ന് പറയുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യവും പൂർണ്ണമായ സ്നേഹവും പൂർണ്ണമായ ബുദ്ധിയുമുള്ള ജീവിയാണ്. എന്നാൽ മൃഗങ്ങളതല്ല. ആയിരുന്നെങ്കിൽ പാപ്പാനെ കുത്തിക്കൊന്ന കൊമ്പനാനെ നമ്മൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയേനെ. പാപ്പാനെ കൊന്നു എന്നതിൻ്റെ പേരിൽ ഒരു ആനയെ നമ്മൾ ഹൈക്കോടതികളിൽ ഹാജരാക്കാത്തതിൻ്റെ കാര്യം എന്താണ്? മനുഷ്യനോളം പോകുന്നതല്ല മൃഗങ്ങൾ. അതുകൊണ്ട് മൃഗബലികൾ ഒരിക്കലും മനുഷ്യപാപത്തിന് പരിഹാരമല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം, അതിന് രക്തം ചിന്തണം. പക്ഷേ മറ്റൊരു മനുഷ്യന് അതിന് പരിഹാരമാകാൻ പറ്റില്ല, അവൻ പാപം ചെയ്യുന്നവനാണ്. എല്ലാ മനുഷ്യരും പാപികളാണ്. മൃഗങ്ങളും പറ്റില്ല, കാരണം മനുഷ്യൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല മൃഗങ്ങൾ. പിന്നെ സാധ്യത, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണമെങ്കിൽ
പാപമില്ലാത്തൊരു മനുഷ്യനായിരിക്കണം അവൻ. പാപം ചെയ്യാത്തൊരു മനുഷ്യൻ അവനായിരിക്കണം പാപത്തിൻ്റെ പരിഹാരം. അങ്ങനെയാണ് ദൈവം മനുഷ്യനായത്. ദൈവം മനുഷ്യനായി. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ യേശു എന്ന മനുഷ്യനിലേക്ക് വചനമാകുന്ന ക്രിസ്തു ദൈവം കൂടാരമടിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യേശു എന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ വചനം ലോഗോസ്, ദൈവം തന്നെ കൂടാരമടിച്ചു. അതാണ് ദൈവപുത്രൻ. അവൻ നമ്മുടെ മനുഷ്യമാംസത്തെ തൊട്ടപ്പോൾ, അഥവാ യേശു എന്ന മനുഷ്യനിൽ വന്നപ്പോൾ, യേശു എന്ന മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും മനുഷ്യത്വം പേറുന്നവനാണ്. അവൻ മനുഷ്യനായതുകൊണ്ട് മനുഷ്യവംശം മുഴുവനും അവനിലുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം തൊട്ടത് മനുഷ്യവംശത്തെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ദൈവപുത്രൻ മനുഷ്യനായി തീരുന്നത് വഴി നമുക്ക് പാപമോചനം കിട്ടുക. അവൻ ബലിയായി തീർന്നപ്പോൾ നമ്മുടെ പാപങ്ങൾ മുഴുവനും ദൈവം അവൻ്റെ മേൽ ചുമത്തി. പാപമില്ലാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ ദൈവപുത്രൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി. ആ രക്തമാണ് പാപമോചനത്തിന് കാരണമാകുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിൻ്റെ പ്രസക്തി. അപ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്, രക്തം ചിന്തണമെങ്കിൽ മാത്രമേ ജീവൻ കിട്ടുകയുള്ളൂ. പാപത്തിന് പരിഹാരം രക്തം ചിന്തണം. ഹെബ്രായർ 9:22, രക്തം ചിന്തൽ കൂടാതെ പാപമോചനമില്ല. 2, അത് മൃഗങ്ങൾ പോരാ, കാരണം മനുഷ്യനോടൊപ്പമല്ല മൃഗങ്ങളുടെ നിലവാരം. 3, അത് മനുഷ്യൻ്റെ രക്തമായിരിക്കണം, പക്ഷേ അതൊരിക്കലും പാപമുള്ളവൻ്റെ രക്തമാകരുത്, പാപമില്ലാത്ത മനുഷ്യൻ്റെ രക്തമായിരിക്കണം. അങ്ങനെ ദൈവവും മനുഷ്യനുമായ ഒരേ സമയത്തുള്ള, പാപമില്ലാത്തവനും അതേസമയം മനുഷ്യനുമായ ഒരുവൻ അങ്ങനെ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. അവൻ്റെ പേരാണ് ജീസസ് ഓഫ് നസറത്ത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. അവൻ രക്തം ചിന്തിയപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ പാപവും അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അപ്പോൾ ചോദിച്ചേക്കാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപമോചനം കിട്ടുമോ? അങ്ങനെയെങ്കിൽ ഞാൻ കുറേ പാപം ചെയ്തിട്ട് 98-ാം വയസ്സിൽ ഞാൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ എന്നെ തന്നെ ബലിയർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം മരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പാപത്തിന് പരിഹാരമാകുമോ? ഇല്ല. എന്താണ് പാപത്തിന് പരിഹാരമായത്? യേശുക്രിസ്തു മരിച്ചു എന്നും ആ മരണം എനിക്ക് പാപത്തിന് പരിഹാരമായി തീർന്നു എന്നും വിശ്വസിക്കാൻ കാരണമെന്താണ്? ശ്രദ്ധിക്കണം, ദൈവം ലോകത്തിൻ്റെ മുഴുവൻ പാപവും അവൻ്റെ മേൽ ചുമത്തി. അങ്ങനെ അവൻ ഒരു പാപകൂമ്പാരമായി മാറി. ലോകത്തിൻ്റെ മുഴുവൻ പാപവും അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ, ഈ ലോകത്തിന് മുഴുവൻ അപരാധത്തിൻ്റെ മരത്തണ്ടും അവൻ്റെ മേൽ ചുമത്തിയപ്പോൾ അവനൊരു പാപകൂമ്പാരമായി. അതുകൊണ്ടാണ് കുരിശിൽ അവൻ കിടന്നുകൊണ്ട് പിണഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, ഏൽ ലമ്മാ സബക്താനി, ദൈവമേ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു. നിങ്ങൾക്കറിയാമല്ലോ, അതുവരെ ഈശോ തൻ്റെ പിതാവിനെ വിളിച്ചിരുന്നത് പിതാവേ എന്നായിരുന്നു. അബ്ബാ, പിതാവേ, എൻ്റെ പ്രിയപ്പെട്ട ഡാഡി, എൻ്റെ അപ്പച്ച എന്നാണ്. പക്ഷെ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ വിളിക്കുന്നത് ദൈവമേ ദൈവമേ എന്നാണ്. കാരണം ഈ ലോകത്തിന് മുഴുവൻ പാപം അവൻ്റെ ചുമലിൽ വെച്ചപ്പോൾ അവന് ദൈവത്തോടൊപ്പമാണെങ്കിലും അവൻ നരകശിക്ഷയ്ക്ക് വിധേയനായി. അവൻ ആ നരകത്തി, ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റാത്ത ഇരുളു വീണ ഒരവസ്ഥ. നരകത്തിൽ 3 മണിക്കൂർ കിടന്ന കണക്കെ കുരിശിൽ കിടന്ന് അവൻ നിലവിളിക്കുകയാണ്, ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു. ദൈവത്തിൽ നിന്ന് അവൻ വേർപെട്ട പോലൊരവസ്ഥ. ഇതാണ് നരകാവസ്ഥ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് അവൻ സന്നദ്ധനെ എടുത്തു വെച്ചു. ഇതായിരുന്നു അവൻ ഏറ്റവും വലിയ സഹനം. ശരീരത്തിൽ സഹിക്കുന്നതോ അടികൊള്ളുന്നതോ അല്ല വേദന, മറിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നരകം. ഈ നരകയാതന അവൻ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നേനെ, മാനവകുലം മുഴുവനും നരകത്തിൽ പോകേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അത് നമ്മുടെ ജീവന് രക്ഷയ്ക്ക് കാരണമാകുക എന്ന് പറയും. നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ്: യേശു എൻ്റെ രക്ഷയ്ക്ക്, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായി രക്തം ചിന്തിയതാണ്. ഈ രക്തം
പാപമോചനത്തിൻ്റെ രക്തമാണ്. ഇത് എല്ലാ മനുഷ്യനെയും മോചിപ്പിക്കുന്ന രക്തമാണ്. ഇത് വിശ്വസിക്കാൻ നമുക്കാകണം. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഈ ബലിയൊക്കെ അർപ്പിക്കാൻ പോകുമ്പോൾ ഈ മനുഷ്യാവതാരത്തെക്കുറിച്ച് ധ്യാനിക്കണം. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനോടൊപ്പം താമസിക്കാൻ കൊതിച്ചു എന്നുള്ളതാണ് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ദൈവം മനുഷ്യനായി, സത്യമാണ്. പക്ഷേ ദൈവം മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ വാഴാനും വസിക്കാനും ദൈവം കൊതിച്ചു, ആഗ്രഹിച്ചു. അതാണ് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം. ഈ ക്രിസ്മസിൽ നാം ധ്യാനിക്കേണ്ടത് അവൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ സ്നേഹത്തിന് ത്യാഗമുണ്ട്. ത്യാഗമില്ലാത്തടത്ത് സ്നേഹമില്ല, സ്നേഹമില്ലാത്തടത്ത് ത്യാഗവും. അങ്ങനെയെങ്കിൽ ഈ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാതെ നാം ഈ ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനകളിൽ സംബന്ധിക്കരുത്. അവൻ നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം വസിച്ചു എന്ന് പറയുന്നത് ത്യാഗോജ്വലമായൊരു സ്നേഹമാണ്. കാരണം അവൻ ഈ ഭൂമിയിൽ വന്നത് എന്നെ വീണ്ടെടുക്കാനാണ്, രക്ഷിക്കാനാണ്, എനിക്ക് വേണ്ടി സഹിക്കാനാണ്. എന്ന് വെച്ചാൽ അവൻ വന്നില്ലായിരുന്നെങ്കിൽ, അവൻ ഈ രക്തം ചിന്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി എൻ്റെ പാപം മൂലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയനെ. അതുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്നവന് വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ പറയുക. എല്ലാവരും പാപം ചെയ്ത ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. ഈ നിശ്ചയത്തിൽ പങ്കുചേരുന്ന ഈ മനുഷ്യാവതാരത്തെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് ഈ ക്രിസ്മസ് അനുഗ്രഹകരമായി തീരാൻ ഈശോയിലൂടെയുള്ള, ഏകരക്ഷകനായ ഈശോയിലൂടെയുള്ള രക്ഷയെ സ്വന്തമാക്കാം. ഈ ദിവസം നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടൂടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നമ്മുടെ യൗസേപ്പ് പിതാവിന് നമുക്കൊരു ടച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാലോ. ഒരു ടച്ച് പൈസ, നമുക്കറിയാം ഒരു ടച്ച് പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്ത് 1000-1200 രൂപയൊക്കെ ആകാറുണ്ട്, ചിലയിടത്തൊക്കെ 1500 വരെ ആകാറുണ്ട്. ഏതായാലും ഒരു ടച്ച് കൊടുത്ത ആ നസ്രത്തിലെ കൊച്ചു കുടുംബത്തിനെ നമ്മളൊന്ന് സഹായിച്ചാലോ. എത്രയോ യൗസേപ്പന്മാർ, എത്രയോ പേര് അരമുറുക്കി ജീവിക്കുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എന്തോരം ആൾക്കാരുണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കാണാത്തവരായി എത്രയോ ദിവസം നമ്മുടെ വാട്സപ്പുകളിൽ, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടിയ ആളുകൾ വരുന്നു. ആരും അറിയാതെ നമുക്കവർക്ക് ഒരു ടച്ച് സഹായിച്ചുകൂടെ? ഒരു ടച്ച് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 100 രൂപയെങ്കിലും നമുക്ക് ഈ ക്രിസ്മസൊക്കെ കുറേ കൂടി രഹസ്യാത്മകമാക്കാൻ, ധന്യമാക്കാൻ സാധിക്കട്ടെ. പാവപ്പെട്ട യൗസേപ്പ് പിതാക്കന്മാരൊക്കെ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. നമ്മളുടെ കോളനികളിലുണ്ട്, നമ്മുടെ തെരുവുകളിലുണ്ട്, നമ്മളുടെ വഴിയോരങ്ങളിലുണ്ട്, നമ്മളുടെ ബസ് സ്റ്റോപ്പുകളിലുണ്ട്. നമുക്ക് അവർക്കും ഈ ക്രിസ്മസിൽ ഒരു പങ്ക് നൽകി സ്നേഹത്തിൻ്റെ ക്രിസ്മസ് ആഘോഷിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു.
ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങി ദിവ്യഭോജ്യം, മണ്ണിടത്തിനു ജീവനേകി സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ കടന്നു പോയവൻ. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ. മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാദനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ആരാധന യേശുവേ, സ്നേഹവാനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഗലീലയുടെ തീരത്തുകൂടി നടന്നവനെ ആരാധിക്കാം. പ്രപഞ്ചത്തെ ആശീർവദിക്കാൻ വേണ്ടി യെരൂശലേമിന്റെ നഗരവീതിയിലൂടെ നടന്നവനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവ്, മഹത്വം അങ്ങേക്ക്. നന്ദി എൻ്റെ ദൈവമേ, നന്ദി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ രക്ഷകനായി തീരാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ന്യായം, എന്തുകൊണ്ടാണ് അവൻ ലോകത്തിൻ്റെ രക്ഷകനായത് എന്ന് ധ്യാനിക്കുകയായിരുന്നു. ഇത് നമുക്ക് യുക്തിഭദ്രമാണ്. യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവനീതിയോടെ ലോകത്തിലേക്ക് അയച്ചവനാണ് യേശുക്രിസ്തു. പാപം ഏതു കാലത്തും മനുഷ്യൻ്റെ മാത്രമല്ല ദൈവത്തിൻ്റെയും പ്രശ്നമാണ്. കാരണം പാപിയായ ഒരു മനുഷ്യനെ എങ്ങനെ അവനോട് കരുണ കാണിക്കാൻ പറ്റും? അതേസമയം പാപത്തിൻ്റെ ഇരയായി തീർന്നവനോട് എങ്ങനെ നീതി പുലർത്താൻ പറ്റും?
ദൈവത്തിന് ഒരേ സമയം എങ്ങനെ നീതിമാനും അതേസമയം കരുണയുള്ളവനുമാകാൻ പറ്റും? അതിനുള്ള ഉത്തരമാണ് മനുഷ്യനായ യേശു. ലോകത്തിന് അവൻ കാട്ടിക്കൊടുത്ത കരുണയുടെ ചിത്രം. അവൻ്റെ പിതാവിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുവാൻ അവൻ രക്തം കൊണ്ടുള്ള പാപപരിഹാര ബലിയായി തീർന്നു. അവൻ്റെ അനന്തമായ സ്നേഹത്തെ നമ്മളൊന്ന് ധ്യാനിക്കണം. അവൻ്റെ രക്തമാണ് എനിക്ക് പാപമോചനത്തിന് കാരണമായത്. അവൻ്റെ പങ്കപ്പാടുകളും പാടുപീടുകളുമാണ് എൻ്റെ രക്ഷയ്ക്ക് കാരണമായത്. തിരിച്ചറിഞ്ഞുകൊണ്ട് ഈരടികളോട് ചേർന്ന് നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തത്താൽ കർത്താവെ എന്നെ കഴുകണം. നമ്മുടെ വ്യക്തിപരമായ നിയോഗത്തോടൊപ്പം നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കാം. പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരുരക്തത്തിൻ്റെ ഒരു അനോയിൻറ്റിങ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ, പിണക്കങ്ങളിലും സൗന്ദര്യപ്പിണക്കങ്ങളിലും പടലപ്പിണക്കങ്ങളിലും കോപങ്ങളിലും ദേഷ്യങ്ങളിലും കഴിഞ്ഞ കാലത്തെ ഓർമ്മകളിൽ ഇന്നും സൂക്ഷിക്കുന്ന മറക്കാനാവാത്ത, ക്ഷമിക്കാനാവാത്ത, പൊറുക്കാനാവാത്ത കാര്യങ്ങളിലും ദൈവത്തിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം വീണാൽ അവയെല്ലാം നിർവീര്യമായി ഒരു പുതിയൊരു അഭിഷേകം, പുതിയ സ്നേഹം, ഒരു പുതു ചൈതന്യം നമ്മളിൽ നിറയും. ദൈവത്തിൻ്റെ രീതി അതാണ്. തൻ്റെ ഏകമകൻ്റെ ചോര കൊണ്ട് ഈ ലോകത്തെ മോചിപ്പിച്ചെടുക്കുക. അതുകൊണ്ടാണ് ഹെബ്രായർ 9:22 രക്തം ചിന്താതെ പാപമോചനമില്ല. അവൻ രക്തം ചിന്തിയത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. കുടുംബങ്ങളെ സമർപ്പിക്കാം, ജീവിതസഖിയെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം, ദാമ്പത്തിക അവിശ്വസ്തതയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കാം. ദൈവമേൽപ്പിച്ച കുടുംബ ജീവിതത്തിൻ്റെ പവിത്രതയും പാവനതയും തിരിച്ചറിയാൻ പറ്റാത്ത ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്നവരെ സമർപ്പിക്കാം. ലഹരിക്കടിപ്പെട്ട് കലഹങ്ങളിലും വഴക്കുകളിലും പെട്ട് ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവരെ ഈശോയുടെ തിരുരക്തത്തിന് സമർപ്പിക്കാം. ഈ ലോകത്തിൻ്റെ പണവും പ്രതാപവും മാത്രം സ്വാർത്ഥതയുടെ ലോകത്ത് വെട്ടിപ്പിടിക്കാനും കീഴ്പ്പെടുത്താനും അനുഭവിക്കുവാനും വേണ്ടി മാത്രം നെട്ടോട്ടമോടുന്ന കണ്ണുകുരുടായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമർപ്പിക്കുക. നമ്മെ, നമ്മുടെ സ്വാർത്ഥതകളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുരക്തം കൊണ്ട് കഴുകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഗാഗുൽത്തായി ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ചേർന്ന് പാടാം. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. വിശ്വാസത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി കഴുകണമേ ഈശോയെ. പൂർണ്ണമായി എന്നെ കഴുകണമേ ഈശോയെ. യേശുവേ എന്നെ കഴുകണമേ. കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവെ, എൻ്റെ വരുമാന മാർഗങ്ങളിലേക്ക് വഞ്ചനയുടെയും ചതിയുടെയും ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി കലർന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കഴുകണം കർത്താവെ. 4 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ എന്നെ പ്രേരിപ്പിക്കണം. ഈ ലോകത്തിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് എന്ന് കാണാൻ കണ്ണ് തുറന്നു തരണം. ഈ ലോകത്തിൻ്റെ സ്വാർത്ഥ സുഖങ്ങളിലും സുഖലോലുപതയിലും മദ്യാസക്തിയിലും ഈ ലോകത്തിൻ്റെതായ ആനന്ദങ്ങളിലും പെട്ട് മാത്രം കഴിയാൻ വിധിക്കപ്പെട്ടതാണ് ഈ ജന്മമെങ്കിൽ എൻ്റെ ഈശോയെ, ഈ ക്രിസ്മസ് കാലയളവിൽ അവിടുത്തെ ഉണ്ണി കൈനീട്ടി, അവിടുത്തെ കുഞ്ഞു കൈനീട്ടി എൻ്റെ ഈശോയെ എൻ്റെ നെറുകയിൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അവിടുന്ന് എനിക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തതും അവിടുന്ന് എനിക്ക് വേണ്ടി ഗലീലയിലൂടെ സഞ്ചരിച്ചതും ഒടുവിൽ ജെറുസലേമിൽ കാൽവറിയുടെ നെറുകയിൽ കൊത്തി നുറുക്കപ്പെട്ടതും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് ഒഴുക്കിയ രക്തം കൊണ്ട് എൻ്റെ കുടുംബത്തെ കഴുകണമേ, എൻ്റെ അവബോധ മനസ്സിനെ കഴുകണമേ, എൻ്റെ തീരുമാനങ്ങളെ കഴുകണമേ, ഉലഞ്ഞുപോയ എൻ്റെ ബന്ധങ്ങളെ കഴുകണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ കഴുകണമേ. എനിക്ക് വേണ്ടി അങ്ങൊരുക്കി മാറ്റിയിട്ടിരിക്കുന്ന എൻ്റെ ഈ മണ്ണിനെ കഴുകണമേ. ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ,
എൻ്റെ വാഹനങ്ങളെ, എൻ്റെ വഴിയാത്രകളെ, എൻ്റെ ജീവിതയാത്രകളെ എനിക്ക് വേണ്ടി ദൈവമേ നീ ഒരുക്കി തന്നിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം രക്തം കൊണ്ട് കഴുകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായും നീ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. യേശുവേ എന്നെ കഴുകണമേ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ എന്നെ കഴുകണം. പൂർണ്ണമായി എന്നെ കഴുകണമേ. ഈശോയെ നോക്കി ഒരിക്കൽ കൂടി വിളിച്ചു പ്രാർത്ഥിക്കാമോ? ഈശോയെ, അവിടുത്തെ തിരുശിരസിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ട്, അവിടുത്തെ കൈകാലുകളിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന രക്തം കൊണ്ട്, അവിടുത്തെ വിലാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന രക്തം കൊണ്ട്, അവിടുത്തെ തൃപ്പാദങ്ങളിൽ നിന്നൊഴുകിയിറങ്ങുന്ന രക്തം കൊണ്ട്, ഈശോയെ അങ്ങയുടെ തിരുത്തോളിലെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ട് കഴുകണമേ, കഴുകണമേ, കഴുകണമേ. ഈശോയെ അവബോധ മനസ്സിന്, ബോധ മനസ്സിന്, തീരുമാനങ്ങളെ, നിയോഗങ്ങളെ കഴുകണമേ. ഉദ്ദേശശുദ്ധിയെ കഴുകണമേ, മനസ്സിനെ കഴുകണമേ, നിലപാടുകളെ കഴുകണമേ. ഈശോയെ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയം നമ്മുടെ മുറിവുകൾ സൗഖ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാം. ഈശോയുടെ മുറിവിലേക്ക് നമ്മുടെ മുറിവുകൾ വെച്ചു കൊടുക്കുമ്പോൾ എല്ലാ മുറിവുകളും തിരുമുറിവുകളാകുമെന്ന് നാം കേട്ടിട്ടുണ്ട്. ഈശോയുടെ മുറിവിലേക്ക് എൻ്റെ മുറിവുകൾ വെച്ചു കൊടുക്കാതിരിക്കുമ്പോൾ നാം ഏറ്റുപറയാത്തതും നാം വിട്ടുകൊടുക്കാത്തതുമായ മുറിവുകളും പാപങ്ങളുമെല്ലാം നമ്മെ വേട്ടയാടുമെന്ന് നമുക്കറിയാം. അതിനാൽ ഈ സമയം ലോകത്തിൻ്റെ രക്ഷകനായ അവൻ്റെ നമ്മുടെ മുറിവുകൾ, നമ്മുടെ പാപങ്ങൾ വെച്ചു കൊടുക്കണം. അവൻ സ്വർഗത്തിലെ അഗ്നിയാണ്, സിനായ് മലയിലെ തീയാണവൻ. അവൻ്റെ മേൽ നാം നമ്മളുടെ പാപങ്ങളും മുറിവുകളും നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനാവാതെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാതെ ഇളകിക്കിടക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകളും സംഭവങ്ങളും പ്രിയപ്പെട്ടവരെ സമയം വെച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് യേശു ഏക രക്ഷകനാണെന്ന് പറയുക. അവന് അവയെല്ലാം കത്തിച്ചു കളയാൻ പറ്റും. കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടും. തീക്കട്ടയാണിത്. ഈ തീക്കട്ട നമ്മെ കത്തിച്ചു കളയില്ല, എന്നാൽ നമ്മിലെ അശുദ്ധിയെ കത്തിച്ചു കളയും, നമ്മുടെ മുള്ളുകളെ കത്തിച്ചു കളയും. അതിനാൽ മുറിവുകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന സമയമാണ്. ഇരു കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പനേരം നമ്മുടെ സങ്കടങ്ങളും മുറിവുകളും ഈശോയ്ക്ക് സമർപ്പിച്ചു കൊണ്ടെന്നുകൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ ഈ ക്രിസ്മസ് കാലയളവിൽ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത്, നേട്ടങ്ങളെ ഓർത്ത്, കോട്ടങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ രോഗങ്ങളെ ഓർത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തിട്ടും കർത്താവെ, ഞങ്ങൾ അങ്ങയെ അവഗണിച്ച് അങ്ങയെ ഒഴിവാക്കി നടന്ന ആ നാളുകളിലെ ഞങ്ങളുടെ വേദനകളെ, ചതവുകളെ എല്ലാം ഓർത്ത്, പാപത്തിൻ്റെ വടുവഴികളിൽ വീണുപോയ സാഹചര്യങ്ങളെ ഓർത്ത്, തെറ്റായ ബന്ധങ്ങളിൽ ഒലഞ്ഞുപോയ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങ് കർത്താവെ അങ്ങയുടെ ചുമലിലേക്ക്, അങ്ങയുടെ മുറിവിലേക്ക് പാപങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. കരങ്ങൾ നെഞ്ചോടുന്നോട് ചേർത്ത് വെക്കും. ഈ സമയം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാതെ കിടക്കുന്ന ഏതെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഏതെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ, ഈ സമയം ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രസാദാത്മകമായ സമയമാണിത്. യേശു മനുഷ്യനെ സ്പർശിച്ചു. ദൈവം വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അതാണ് ക്രിസ്മസ്. മനുഷ്യമാംസം കടം ചോദിച്ചുകൊണ്ട് ദൈവം പിറക്കാൻ വന്നു. നമ്മുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ഇതാണ് സുവിശേഷം, ഇതാണ് സദ്വാർത്ത. അങ്ങനെയെങ്കിൽ അവൻ എൻ്റെ മനുഷ്യത്വത്തിലെ സകല ബലഹീനതകളും
ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവൻ്റെ മുറിവുകളാലാണ് ഞാൻ സൗഖ്യം പ്രാപിക്കുന്നത്. അവൻ്റെ മേലുള്ള ശിക്ഷയാണ് എനിക്ക് രക്ഷയായി മാറുന്നത്. അതിനാൽ ഈ സമയം വിശ്വസിക്കണം. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉൾക്കൊള്ളാനാവാതെ തികട്ടി വരുന്ന തിക്താനുഭവങ്ങളെ, ക്ഷമിക്കാനും ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹം ഒരിക്കലും മനസ്സിലാകാതെ നമ്മളെ ചതിച്ചവരെ, നമ്മുടെ വിശുദ്ധിയെ കവർന്നെടുത്തവരെ, നമ്മുടെ ജീവിത വഴികളിൽ എന്നും നമുക്ക് ചതിയും വഞ്ചനയും മാത്രം പറഞ്ഞ് നമ്മെ അവഗണിച്ചവരെ, നമ്മളെ ഇകഴ്ത്തിക്കെട്ടിയവരെ, കളിയാക്കിയവരെ, പരിഹസിച്ചവരെ, നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിപ്പുറത്താക്കിയവരെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആ മുറിവുകളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ ക്ഷതങ്ങളെ, ചതവുകളെ, ആന്തരിക മുറിവുകളെ, ക്ഷമിക്കാനാവാത്ത അവസ്ഥകളെ, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളെ, ചില ബന്ധങ്ങൾ ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാത്ത വിധം ചതഞ്ഞും മുറിഞ്ഞും കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിന് അപകടമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് കാലയളവിൽ നന്നായി ഒന്ന് കുമ്പസാരിച്ച് എല്ലാം ഏറ്റുപറയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി ഈശോയുടെ തിരുരക്തത്തിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ബോധമനസ്സിലും ഉപബോധ മനസ്സിലും കിടക്കുന്ന ഈ മുറിവുകൾ ഈ നിമിഷം സൗഖ്യമാകണം. ദാഹത്തോടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയ കഴുകണമേ, കഴുകേണമെന്നെൻ പൊന്നു കർത്താവേ. കണ്ണു നിറഞ്ഞ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് പാടി പ്രാർത്ഥിക്കാമോ? തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയ കർത്താവ് സൗഖ്യം തരണം. കഴുകേണമെന്നെൻ പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെ മുറിവുകളാണ്. ഒരുപാട് ആളുകൾ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നന്മകളും ഞാൻ ചെയ്ത സുഹൃതങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്തതും അധ്വാനിച്ചതും ഒന്നും മനസ്സിലാകാതെ എന്നെ അവഗണിച്ചതും പഴിപറഞ്ഞതും പേപറഞ്ഞതും തള്ളിക്കളഞ്ഞതും ഒറ്റിക്കൊടുത്തതും വഞ്ചിച്ചതും എൻ്റെ കർത്താവേ, ഞാനിപ്പോൾ അങ്ങയോട് പറയുന്നു, എനിക്കാരുമില്ല. അങ്ങയുടെ വാതിലല്ലാതെ വേറെ എവിടെയാണ് ഞാൻ മുട്ടേണ്ടത്? എൻ്റെ ദൈവമേ, എൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തണം. അങ്ങയുടെ ഈ വാതിലിൽ ഞാൻ കണ്ണുനീരോടെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ എൻ്റെ ദൈവമേ, എന്നോട് കരുണയാകണം. ഈ ക്രിസ്മസിൻ്റെ ആനന്ദം, അതിൻ്റെ പൊരുൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടണം. കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് തരണം. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കും. യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. മടുപ്പ് കൂടാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞു, യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. ഭഗ്നാശയാകാതെ പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞു, യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. കർത്താവേ, എന്നെ വേദനിപ്പിച്ചവരെ കൂടി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. എന്നെ മുറിവേൽപ്പിച്ചവരും എന്നെ ഒഴിവാക്കിയവരും എന്നെ ചതിച്ചവരും വഞ്ചിച്ചവരും, എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെ മുഴുവൻ കവർന്നെടുത്തവരും എൻ്റെ കഴിവുകളെ മുഴുവനും തച്ചുടച്ചവരും എൻ്റെ താലന്തുകൾ കുഴിച്ചിടാൻ കാരണമായവരെയും എൻ്റെ ഈശോയ്ക്ക് തരുന്നു. ഇന്ന് ഞാൻ ദുരിതങ്ങളിലായെങ്കിൽ, ഇന്ന് ഞാൻ കടബാധിതനായി കഴിയുന്നുണ്ടെങ്കിൽ, ഇന്നും എനിക്കൊരു എഴുന്നേൽപ്പില്ല എങ്കിൽ അതിന് കാരണമായി എന്ന് ഞാൻ ആരോപിക്കുന്ന ആളുകളുണ്ടപ്പം എനിക്കവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ സമയം ഈശോയെ, അങ്ങ് അവരുടെ മേൽ തുളയ്ക്കപ്പെട്ട അങ്ങയുടെ കരം വെക്കണമേ. അങ്ങയുടെ തുളയ്ക്കപ്പെട്ട കരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തം കൊണ്ട് അവരെയും എന്നെയും കഴുകണമേ. ശേഷിച്ചെൻ്റെ ജീവിതം ഈ ക്രിസ്മസിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സഹായിക്കണമേ. ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം.
നീതിക്കു വേണ്ടി ഞാൻ പൊരുതിടുമ്പോ ശത്രുക്കൾ എൻ ചുറ്റും പെരുകയപ്പോ അന്നെന്നെ തറയ്ക്കാൻ കുരിശുമായി വന്നവരെ സമർപ്പിച്ചിതാ യേശുവിൻ മുൻപിൽ പൂർണ്ണമായി മാപ്പു നൽകുന്നു. യേശുവേ, അവരെ ഒന്ന് അനുഗ്രഹിക്കണം. യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. ഈശോയുടെ രക്തം കൊണ്ട് കഴുകട്ടെ. യേശുവേ, കാൽവരെ ഈശോയുടെ രക്തം യേശുവേ, സ്നേഹത്തിന്റെ തിരുമാറിൽ നിന്നൊഴുകുന്ന രക്തം മാത്രമേ സഹായം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഈശോയുടെ രക്തം ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നിടത്തേക്ക്, മണ്ണിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് വീഴട്ടെ. ഈശോയുടെ രക്തത്താൽ പൂർണ്ണമായി കഴുകട്ടെ. രക്തം ചിന്താതെ പാപമോചനമില്ല. കൽവറിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തിയവന്റെ രക്തം എന്നെ വീണ്ടെടുക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചേറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു, അന്നെന്നെ തകർക്കാൻ ചതിക്കുഴി തീർത്തവരെ അനുഗ്രഹിക്കാൻ കരുത്തനിക്കൂ. അവർക്കു ഞാൻ നന്മ നേരുന്നു. യേശുവേ, യേശുവേ, നീ മാത്രമേ സഹായം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വേണം നമ്മൾ ഇവിടെ നിൽക്കാൻ. ഈ സമയം നമ്മളെ അനുഗ്രഹിച്ചത് ദൈവത്തിന് അനന്തമായ കരുണയാണ്, സ്നേഹമാണ്. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നന്ദിയോടെ അവിടുത്തേക്ക് സ്തുതി പാടിക്കൊണ്ട് ഈ ക്രിസ്മസിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചതിന്, ഈ ആനന്ദത്തിലേക്ക് എന്നെ ഒരുക്കുന്നതിന്, എന്നെയും എൻ്റെ കുടുംബത്തെയും കുഞ്ഞു കൈനീട്ടി ആശീർവദിക്കാൻ വേണ്ടി പുഞ്ചിരി തൂകി എൻ്റെ മുൻപിൽ ഉണ്ണിമിശിഹ നിൽക്കുന്നതിന് കരങ്ങൾ കൂപ്പി നന്ദി പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും
എനിക്കേകിയോരോ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുൽക്കൊടിയാമന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാ